കഴിഞ്ഞ 9 വർഷത്തിനിടെ രാജ്യത്ത് ആരംഭിച്ച സ്റ്റാർട്ടപ്പുകളിൽ പകുതിയിലധികവും ടയർ 2, ടയർ 3 നഗരങ്ങളിൽ നിന്നുള്ളതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ 9 വർഷം പൂർത്തിയാക്കിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നമ്മുടെ സ്റ്റാർട്ടപ്പ് സംസ്കാരം വലിയ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ചെറുപട്ടണങ്ങളിലെ പകുതിയിലധികം സ്റ്റാർട്ടപ്പുകളും നയിക്കുന്നത് പെൺകുട്ടികളാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. यानी हमारा स्टार्टअप कल्चर बड़े शहरों तक ही सीमित नहीं है और आपको यह जानकर हैरानी होगी कि छोटे शहरों के स्टार्टअप्स में आधे से ज्यादा का नेतृत्व हमारी बेटियां कर रही हैं। जब यह सुनने को मिलता है. അരുണാചൽ പ്രദേശിൽ ലിവിംഗ് ഹോം നടത്തുന്ന ദീപക് നബാമിനെക്കുറിച്ച് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചു. ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിൽ നഴ്സായി ജോലി ചെയ്യുന്ന കെ ഹിഡുംബി, ലക്ഷദ്വീപിലെ തന്നെ KG മുഹമ്മദ് എന്നിവരുടെ പ്രവർത്തനങ്ങളും പ്രചോദനകരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. लक्षद्वीप के कवरत्ती द्वीप पर नर्स के रूप में काम करने वाली के हिडुम्बी जी, उनका काम भी बहुत प्रेरित करने वाला है. आपको ये जानकर हैरानी होगी कि वो 18 वर्ष पहले सरकारी नौकरी से रिटायर हो चुकी हैं, लेकिन आज भी उसी करुणा और स्नेह के साथ लोगों की सेवा में जुटी हैं जैसे वो पहले करती थी. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ നിക്കോബാർ ജില്ലയിലെ വിർജിൻ കോക്കനട്ട് ഓയിലിന് GI ടാഗ് ലഭിച്ച സന്തോഷ വാർത്തയും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. ഇതിന്റെ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് മാർക്കറ്റിംഗിലും ബ്രാൻഡിംഗിലും പ്രത്യേക പരിശീലനവും നൽകുന്നുണ്ട്. ഗോത്ര സമൂഹങ്ങളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിനുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണിതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തിൽ സംഘടിപ്പിച്ച വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ പങ്കെടുത്തതിനെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. യുവാക്കൾ വിവിധ മേഖലകളെക്കുറിച്ചുള്ള ആശയങ്ങൾ പങ്കുവച്ച പരിപാടി അവിസ്മരണീയമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.